Holidays, Mahindra Jeep, so many companies, all are doing beautifully well. How? അടുത്ത 60 ദിവസത്തിൽ തന്റെ 90 ദിവസത്തിൽ അങ്ങനെ ഒരു ഡേ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കാൻ വേണ്ടി 2 ദിവസം 3 ദിവസം 5 ദിവസം താൻ വെച്ചിട്ടില്ലടോ. Stand that you are hit and become a victim of busyness. സമയത്തിന് നിങ്ങൾ വരത്തില്ല, നിങ്ങൾ സമയത്തിന് വരത്തില്ല. എല്ലാ ടൈം you will be unprepared. നിങ്ങൾ ഒരു ബിസിനസ് മീറ്റിംഗ് പോയാൽ നിങ്ങളുടെ ബ്ലഡി പവർ പോയിന്റ് പോലും നിങ്ങൾ നോക്കിയിട്ടില്ല. നിങ്ങൾ ക്ലയന്റിനോട് പറയുന്നു, ഐ ആം സോറി സർ, ബ്ലഡി ഇഡിയറ്റ്. ഇന്ന് ചെയ്യാൻ ഒക്കുന്നുണ്ടോ? ഇന്നത്തെ കാര്യം ഇന്ന് ചെയ്യാൻ ഒക്കുന്നുണ്ടോ? തന്റെ കയ്യിൽ സമയമുണ്ടോ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കാൻ? വാട്ട് ഈസ് യുവർ മെക്കാനിസം? യു ടെൽ മീ. How many hours in a day? How many hours, listen to this carefully, how many hours in a day do each of these people have? Dhirubhai Ambani, Mukesh Ambani, Elon Musk, and Steve Jobs, and Richard Branson, and Yusuf Ali, and PNC Menon, and T.S. Kalyan Raman, and George Muthyut, and Azad Mupan. How many hours do they have in a day? How many hours do they have in a day? എത്ര മണിക്കൂറാണ് അവരുടെ കയ്യിലുള്ളത്? നിങ്ങളുടെ കയ്യിൽ എത്ര സമയമാണുള്ളത്? Which means you have the same 24 hours. And they have built organizations worldwide. ഇവിടെ think global, go global എന്നെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലടോ. അങ്ങനെ എഴുതി വെച്ച് നടക്കാൻ പോവായിരുന്നെങ്കിൽ നമുക്ക് എത്ര ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം വരെ ഗ്ലോബലും കൂബിളും എല്ലാം ആയി പോയേനെ. You can't do that. They have the same 24 hours, you have the same 24 hours. You know, Bill Gates, or they run multiple companies all over the world. How many hours in a day do you have? You have the same 24 hours. And yet, some of them are so great. Our great ആൾക്കാർ ആയിപ്പോയി. നമ്മളിലും ചില ആൾക്കാർ നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. സോ ഐ ഗിവ് ക്രെഡിറ്റ് ടു ദം. ബട്ട് കൂടുതലായിട്ടും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ബിസിയാണ്. സം ആർ നോട്ട് ഗ്രേറ്റ്. വൈ ഹാവ് ദേ ബീൻ ഗ്രേറ്റ് ആൻഡ് വൈൽ വി ഹാവൻറ്റ് ബീൻ? അവരെന്താ ഗ്രേറ്റ് ആയത്? ധീരുഭായ് അംബാനി 10 സ്റ്റാൻഡേർഡ് ഫെയിൽ. താനൊക്കെ MBA കുംബിഎം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എങ്ങാണ്ടതൊക്കെ. ഇപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പല ആൾക്കാരും വന്നു എന്നോട് പറഞ്ഞു MBA ചെയ്തുകൊണ്ടിരിക്കും. താൻ MBA ചെയ്താലും ഒരു കാര്യമില്ലടോ. താൻ തൻ്റെ സമയം എങ്ങനെ യൂസ് ചെയ്യും, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ ഡു യുവർ MBA ആൻഡ് സ്റ്റിൽ ബി ബിസി, ആൻഡ് യു ക്യാൻ ബി 10 സ്റ്റാൻഡേർഡ് ആൻഡ് സ്റ്റിൽ നോട്ട് ബി ബിസി. Because something they have understood, a Dhirubhai Ambani has understood, which we have not understood. So, because they have understood the difference between, loudly understand this, being busy and being meaningfully engaged. They are meaningfully engaged. That is why they have 143 companies, large companies in their group, and they can manage that 143 companies, and we can't manage a bloody single company. Because we are busy. Because they have a vision. They are meaningfully engaged. Look at the expanse of their work. In the Mukesh Ambani's expanse of work, worldwide operation, 3-4 ലക്ഷം ആൾക്കാർ, multiple businesses, 150-200 businesses. In refinery, in retail, in oil, in retail, പല ടൈപ്പിലെ ബിസിനസ്സാണ്. അവരുടെ ബിസിനസ്സിൻ്റെ എക്സ്പാൻസ്, അവരുടെ ഏരിയ, അവരുടെ സ്പ്രെഡ്, അവരുടെ സ്ട്രെച്ച്, അവരുടെ വാസ്റ്റ്നെസ്, അവരുടെ ബ്രെത്ത്, അവരുടെ റീജൻ ഒന്ന് കാണാൻ. യൂസുഫ് അലിയുടെ ബിസിനസ്സിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെത്തിൻ്റെ നിങ്ങൾക്കൊന്നും ഊഹിക്കാൻ പോലും ഒക്കത്തില്ല. അയാളുമായി 24 മണിക്കൂറിലല്ല ഇതൊക്കെ ചെയ്യുന്നത്. There is an expanse of work of each of these leaders. നമ്മൾ പേരെടുത്ത ലീഡേഴ്സിന്റെ എക്സ്പാൻസ്. Some of them, the most successful amongst you also are also like that. നിങ്ങളിൽ ചില ആൾക്കാർ സക്സസ്ഫുൾ ആണ്.
ഇവരെല്ലാരും, they were all, their expanse of work is extraordinary high and extraordinary complex. ഇവരുടെ ബിസിനസിന്റെ expanse is extraordinary high and extraordinary complex. ഒത്തിരി കോംപ്ലക്സിറ്റി ഉള്ള ബിസിനസ്സാണ് അവരുടെയൊക്കെ. വേൾഡ് വൈഡ് ബിസിനസ്സാണ്. പല കോംപ്ലക്സിറ്റീസും ഉണ്ട് അവരുടെ. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ബിസിനസ്. ബട്ട് അവരിങ്ങനെ ഈസിലി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ അകത്ത് 143 companies are there. 143 companies. Automotive division, farm equipment division, tech Mahindra, Mahindra Holidays, Mahindra Jeep, so many companies, all are doing beautifully well. How? Yet they have understood the difference between being busy and being meaningfully engaged. അവർക്ക് ഈ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ട്. ബിസി ആയിരിക്കണം അല്ലെങ്കിൽ മീനിങ് എൻഗേജ്ഡ് ആയിരിക്കണം. അവർക്ക് ഈ ബിസിനസ് ഈ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ട്. ബീയിങ് മീനിങ് എൻഗേജ് മീൻസ് എന്താണ്? നമ്പർ 1, it means they have time for the future, to think about, dream about and envision the future. അവർക്ക് ഈ ഫ്യൂച്ചറിനെ പറ്റി, അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അക്രോസ് ഡൈവേഴ്സ് ഇൻഡസ്ട്രി, പല ഡൈവേഴ്സ് ഇൻഡസ്ട്രീസിന്റെ അക്രോസ് ആണ് അവരുടെ എംപയർഡ്. They have always been having the time to think and work on newer business idea. പുതിയ ബിസിനസ് ഐഡിയാസിന് വേണ്ടി അവരുടെ കയ്യിൽ സമയമുണ്ട്. ഇരുന്ന് ആലോചിക്കാനുള്ള സമയവും മനസ്സും ഉണ്ട് അവരുടെ കയ്യിൽ. പുതിയ ഐഡിയാസിനെ പറ്റി ആലോചിക്കാൻ വേണ്ടി തൻ്റെ കാലണ്ടറിൽ അങ്ങനെ ഒരു ദിവസം മാർക്ക് ചെയ്തിട്ടില്ല. തൻ്റെ അടുത്ത 60 ദിവസത്തിൽ, തൻ്റെ 90 ദിവസത്തിൽ അങ്ങനെ ഒരു ഡേ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കാൻ വേണ്ടി 2 ദിവസം, 3 ദിവസം, 5 ദിവസം താൻ വെച്ചിട്ടില്ലടോ. They are focused on the who, not how. ഞാൻ ഇന്ന് പാനൽ ഡിസ്കഷൻ്റെ സമയത്ത് പറഞ്ഞായിരുന്നു, അവർ ക്ലിയർ ആണ് that how can I do it is not the പ്രശ്നം, who can do it for me. So my dear friends, when do you know, എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഈ ബിസിനെസ്സിൻ്റെ ഇൽനെസ്സിൽ, ഡിസീസിൽ പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവാൻ പറ്റുന്നത്? When do you come to know the onset or the beginning of the busyness disease has happened to you? നിങ്ങൾക്ക് ഈ ബിസിനെസ്സിൻ്റെ ഡിസീസ് പിടിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് കൊറോണ ആയിരിക്കുന്നു എന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത്? ബ്രെത്ത്ലെസ്നെസ് ഫീൽ ആകുമ്പോൾ, നിങ്ങൾ ടെമ്പറേച്ചർ മുകളിലും താഴെ ആകുമ്പോൾ നിങ്ങൾക്കറിയാം കൊറോണ വന്നിരിക്കുന്നു നമ്മുടെ ബോഡിക്കകത്ത്. അങ്ങനെ തന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ബിസിനെസ്സിൻ്റെ ഈ ഡിസീസ് നിങ്ങളെ പിടിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത്? നമ്പർ 1, it can be understood in 2 ways. It can be understood in 2 ways. Number 1, at the physical level, at the physical body level നിങ്ങൾക്ക് മനസ്സിലാക്കാം ബിസിനെസ് നിങ്ങളെ പിടിച്ചിരിക്കുന്നു. Number 2, psychological, at the mind level you can understand. So there are 2 ways to understand that you are hit and become a victim of busyness. At the physical level നിങ്ങൾ എല്ലാ ഡെഡ്ലൈനും മിസ് ചെയ്യും. You will miss deadlines most of the times. നിങ്ങൾക്ക് ബിസിനെസ്സിൻ്റെ ഇൽനെസ് പിടിച്ചെന്ന് മനസ്സിലാവുന്ന എപ്പോഴാണ്? നിങ്ങളുടെ എല്ലാ ഡെഡ്ലൈനും നിങ്ങൾ മിസ് ചെയ്യും. ഒരു ഡെഡ്ലൈനും നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ ഒക്കത്തില്ല. ആർക്ക് ഡെഡ്ലൈൻ കൊടുത്താലും you will not be in a position to honor it. Number 2, you will be running around fire fighting. In the പ്രശ്നം, ഇന്ന് അവിടുത്തെ ഈ ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം, പിന്നെ ഈ ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം, പിന്നെ കളക്ഷൻ്റെ പ്രോബ്ലം, പിന്നെ സാധനത്തിൻ്റെ പ്രോബ്ലം, പിന്നെ ഡിഫക്റ്റിൻ്റെ പ്രോബ്ലം, പിന്നെ റിക്കവറിയുടെ പ്രോബ്ലം. നിങ്ങൾ ഓരോ ദിവസവും ഫയർ ഫൈറ്റിംഗ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും പ്രൊഡക്റ്റീവ് അല്ല നടക്കുന്നത്. നമ്പർ 3, you struggle to be ready. സമയത്തിന് നിങ്ങൾ വരത്തില്ല. നിങ്ങൾ സമയത്തിന് വരത്തില്ല. എല്ലാ ടൈം you will be unprepared. നിങ്ങളൊരു ബിസിനസ് മീറ്റിംഗ് പോയാൽ നിങ്ങളുടെ ബ്ലഡി പവർ പോയിന്റ് പോലും നിങ്ങൾ നോക്കിയിട്ടില്ല. നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ പവർ പോയിന്റ് മോളും താഴെ വീഴുമ്പോൾ നിങ്ങൾ ക്ലയന്റിനോട് പറയുന്നു, ഐ ആം സോറി സർ, ബ്ലഡി ഇഡിയറ്റ്.
can you say, I am sorry in front of a customer? You should have seen it, but you were busy. നിങ്ങൾക്ക് ഒരു സമയം ഒന്നിനും പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല. You're just jumping into one meeting after another meeting. You're just busy. You struggle to be ready on time, always unprepared, underprepared. You are repeating the same mistakes. So that is at a physical level idu nadakkum. നിങ്ങൾക്ക് ബിസിനെസ്സിന്റെ ഇൽനെസ് പിടിച്ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. രണ്ടാമത് സൈക്കോളജിക്കലി യു ആർ ടയേർഡ്, യു ആർ ഓവർവെൽംഡ് ആൻഡ് യുവർ എനർജി ഈസ് വെരി ലോ. നിങ്ങൾക്ക് ഒരു എനർജിയും ഇല്ല. യു ജസ്റ്റ് സർവൈവിങ്. യു ഗെറ്റിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ് ബിക്കോസ് യു ഡിഡ് നോട്ട് ഡൈ യെസ്റ്റർഡേ നൈറ്റ്. ഇന്ന് രാവിലെ എണ്ണിച്ചു, എന്തിന് ഇന്നലെ രാത്രി മരിച്ചില്ല. ബട്ട് യു ഹാവ് നോ എനർജി. യു ആർ ഇൻ എ വിക്ടിം ട്രാപ്പ്. നിങ്ങളെല്ലാവരും ബ്ലെയിം ചെയ്യും. യു വിൽ ബ്ലെയിം എവറിബഡി. ദർ ഈസ് നോ സെൽഫ് റിഫ്ലക്ഷൻ. നിങ്ങൾ ഒരു ബുക്കും എഴുതാറില്ല, നിങ്ങളൊന്നും നിങ്ങളെപ്പറ്റി ആലോചിക്കാറില്ല, നിങ്ങൾ എങ്ങനെ പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ദർ ഈസ് നോ റിഫ്ലക്ഷൻ. യു വിൽ ഡിഫെൻഡ് യുവർ സെൽഫ്. എന്ത് പറഞ്ഞാലും ഒരു കാരണം കാണും നിങ്ങളുടെ കയ്യിൽ, എന്തിനിത് നടന്നില്ല എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഡിഫെൻഡ് ചെയ്യും. ഇതൊക്കെ നിങ്ങളിപ്പം ചെയ്യുവാണെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഈ ഇൽനെസ് പിടിച്ചിരിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ്, യു ആർ ബാസ്കിംഗ് ഇൻ യുവർ സെൽഫ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിന്റെ സ്റ്റോറിയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് താൻ എന്ത് പാടോ അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇന്ന് തന്നെ കൊണ്ട് എന്തെങ്കിലും പുതിയ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒക്കുന്നുണ്ടോ? 1980 താൻ എന്ത് ചെയ്തു? 1985 ഞാനൊരു ഗ്രേറ്റ് സെയിൽസ്മാൻ ആയിരുന്നു, അതും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് എൻ്റെ കയ്യിൽ എനർജി ഉണ്ടോ തന്നെ ഒന്ന് പൊക്കാൻ വേണ്ടി? 10 കൊല്ലം മുമ്പിൽ എൻ്റെ അകത്ത് എനർജി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഇന്നുണ്ടോ? ഇന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്നുണ്ടോ? ഇന്ന് എനിക്ക് സമയത്തിന് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ഒക്കുന്നുണ്ടോ? 10 കൊല്ലം മുമ്പിൽ ഞാൻ സമയത്തിന് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, ഇപ്പം ഞാൻ അതല്ല പ്രശ്നം. ഇപ്പം ചെയ്യാൻ ഒക്കുന്നുണ്ടോ? ഇന്ന് ചെയ്യാൻ ഒക്കുന്നുണ്ടോ? ഇന്നത്തെ കാര്യം ഇന്ന് ചെയ്യാൻ ഒക്കുന്നുണ്ടോ? തൻ്റെ കയ്യിൽ സമയമുണ്ടോ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കാൻ? So these are the things, and I just want to know, and I want to end my talk by saying that, did you know, my dear friends, busyness is a state of mind. It's not a state of matter. ഇതൊരു അൺഓർഗനൈസ്ഡ് മൈൻഡിന്റെ കളിയാണ്. യുവർ മൈൻഡ്, സപ്പോസ് താൻ 24 hours ബിസി ആണെന്ന് വിചാരിച്ചു. തന്റെ പേരെന്തോ? സഫിയർ താൻ 24 മണിക്കൂർ ബിസിയാണെന്ന് വിചാരിച്ചു. ഇത് നിന്റെ മനസ്സിന്റെ ഗെയിമാണ്. സത്യത്തിൽ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. മാറ്ററിൽ നോക്കുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. തൻ്റെ ഈ തൻ്റെ വികാരങ്ങളും വിചാരിക്കുന്ന സ്റ്റൈലും തൻ്റെ രീതികളുമാണ് തൻ്റെ പ്രശ്നം. ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് യുവർ മൈൻഡ്. യു ഹാവ് എൻ അൺഓർഗനൈസ്ഡ് മൈൻഡ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇറ്റ്സ് നോട്ട് എ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അപ്പം മാറ്റങ്ങൾ വരണമെങ്കിൽ എവിടെയാണ് മാറ്റങ്ങൾ വരേണ്ടത്? ഇറ്റ് ഹാസ് ടു ബി ഇൻ ദ മൈൻഡ്. തന്റെ മൈൻഡിന്റെ പ്രോബ്ലം ആണോ? The shift has to happen in the mind. Your mindset, a lady പറഞ്ഞ പോലെ, it's a bloody mindset. You have got stuck in that mindset and you keep on defending yourself. No, nothing is wrong with me. Nothing is wrong with me. Nothing is wrong, but everything is wrong with you. Busyness is a state of mind, not a matter of state of matter. Busyness prevails in the absence of an organized mind. ഒരു ഓർഗനൈസ്ഡ് മൈൻഡ് ഇല്ലെങ്കിൽ നാം ബിസി ആയിരിക്കും. ഓർഗനൈസ് ചെയ്യണമെങ്കിൽ നല്ലൊരു എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് വേണം. ഓർഗനൈസ് ചെയ്യണമെങ്കിൽ നല്ലൊരു കാലണ്ടർ വേണം. ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഒരു മൈൻഡ് വേണം, ഒരു പ്യുവർ മൈൻഡ് വേണം, ഒരു വിഷൻ വേണം. ജസ്റ്റ് ലൈക്ക് ഡാർക്ക്നെസ് കംസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ലൈറ്റ് ഇല്ലെങ്കിൽ ഡാർക്കാണ്, ലൈറ്റ് വന്നാൽ ഡാർക്ക്നെസ് പോകും. അതുപോലെ തന്നെ മൈൻഡ് ഓർഗനൈസ്ഡ് ആയാൽ ബിസിനെസ് പോവും. ലൈറ്റ് വന്ന ഡാർക്ക്നെസ് പോവും. അതുപോലെ മൈൻഡ് ഓർഗനൈസ്ഡ് ആയാൽ ബിസിനെസ് പോകും.
So when light comes, darkness goes. When enlightenment happens and action is taken, busyness goes. നിങ്ങൾ ഇന്ന് enlightened ആയെന്ന് വിചാരിക്കുന്നു ഞാൻ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കാനേ പറ്റത്തുള്ളൂ. താൻ ചെയ്യുമോ ഇല്ലെന്ന് അത് തൻ്റെ കയ്യിലാണ്. ഞാനിവിടെ വന്ന് നോക്കാനൊന്നും പോകുന്നില്ല. താൻ തിരുവനന്തപുരത്തോ പാലക്കാട്ടോ പോയിട്ട് ഇത് ചെയ്യുവോ ഇല്ലേ, താൻ റിഫ്ലക്റ്റ് ചെയ്യുവോ, താൻ ഓഡിയോ വീഡിയോ നോക്കുവോ, താൻ പ്രോഗ്രാം ചെയ്യുവോ, താൻ സൈലൻ്റ് ആയിട്ട് ഇരിക്കുവോ, താൻ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുവോ, താൻ ഒരു വെക്കുവോ, എനിക്കറിയത്തില്ലല്ലോ. എനിക്കറിയത്തില്ല. So it is not about how much you work. It is about how you work that makes you busy. താൻ എത്ര ജോലി ചെയ്തു, that is not going to make you busy. താൻ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, അതാണ് making you busy. എങ്ങനെയാന്ന് വെച്ചാൽ, if you are unorganized, തൻ്റെ ഒരു മീറ്റിങ്ങും ഒന്നും ഷെഡ്യൂൾഡ് അല്ല, that means you are in trouble. So this is an organized mind. ഇതിലും ഒരു ബുക്ക് എടുക്കണമെങ്കിൽ അവിടെ അങ്ങ് പോയി ആ ബുക്ക് അങ്ങ് വലിച്ചെടുത്താൽ മതി. ഇവിടെയും ബുക്ക് കിട്ടും, ഇവിടെയും ബുക്ക് കിട്ടും. തനിക്ക് വേണമെന്ന ബുക്ക് ഇതിനകത്തും ഉണ്ട്, ഈ റൈറ്റ് സൈഡിലും ഉണ്ട്. തപ്പി എടുക്കണം. ഇതാണ് ബിസിനെസ്സിൻ്റെ കേസ്, അതാണ് നോൺ ബിസിനെസ്സിൻ്റെ കേസ്. And that's the game that you have to play. Busyness implies that you're falling short of time for your task. എല്ലാത്തിനും സമയമില്ല, ഒന്നിനും സമയമില്ല. താനിങ്ങനെ ഓടി ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. ഇതിൻ്റെ അകത്ത് സാറേ, സാറേ ഇതിനകത്തൊന്ന് 1 മിനിറ്റ് 30 സെക്കൻഡ്സ് നമുക്ക് നിൽക്കാൻ ഒക്കുവോ? ഇല്ല, താൻ വീണു പോകും. So you will get into that running. You can't stop. You can't stop. And the shortfall is not necessary due to higher quantum of work at hand. നിങ്ങളുടെ കയ്യിൽ ലാർജ് നമ്പർ ഓഫ് വർക്ക് ഉണ്ട്, അതല്ല ബിസിനസിന്റെ കാരണം. or having less physical time. നിങ്ങളുടെ കയ്യിൽ ടൈമും ഉണ്ട്, but often it is an issue of prioritization. നിങ്ങളൊന്നും പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. ഇന്ന് ഇവിടെ വരണമെങ്കിൽ, ഈ പ്രസന്റേഷൻ തരണമെങ്കിൽ, ഈ 3 മണിക്കൂറുടെ പ്രസന്റേഷൻ 15 മണിക്കൂറുടെ പ്രിപ്പറേഷനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 15 മണിക്കൂർ ഈ പ്രിപ്പറേഷന് വേണ്ടി 50 പേജ് ഞാൻ എഴുതിയിട്ടുണ്ടോ? 50 പേജ്. ഇതിൽ എന്ത് പറയണം, എങ്ങനെ പറയണം, എപ്പം പറയണം, ഏത് ഡയലോഗ് അടിക്കണം, എവിടെ പോകണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, ശബ്ദം എങ്ങനെ ആയിരിക്കണം, പിടിച്ചെങ്ങനെ വെക്കും ആൾക്കാരെ, എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടി വരും. 15 മണിക്കൂർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ 3 മണിക്കൂർ സംസാരിക്കുന്നത്. രാവിലെ എണ്ണിച്ച് ഇവിടെ വന്ന് ഡയറക്റ്റ് PPT അല്ല നോക്കുന്ന ഞാൻ. അതിലൊരു മിസ്റ്റേക്കും കാണത്തില്ലല്ലോ. ഞാനൊന്ന് മിസ്റ്റേക്ക് കാണിച്ച ഇതിനകത്ത് 50 പ്രാവശ്യം ഞാൻ ഈ പ്രസന്റേഷനിൽ പോയി കാണും. ഒരു പോയിന്റും മോളും താഴെ വീഴത്തില്ല, വീഴാൻ അനുവദിക്കത്തില്ലടോ ഞാൻ. And just because I was busy and I do a bad job, you are going to not call me again. നിങ്ങൾ എങ്ങനെ തിരിച്ചു വിളിക്കത്തില്ലടോ. ഇന്നത്തെ പ്രോഗ്രാം ഫെയിൽ ആയ താൻ എന്നെ തിരിച്ചു വിളിക്കത്തില്ല. അതാണ് അതിന്റെ കളി. എന്റെ റെപ്യൂട്ടേഷൻ പോയി. It is a matter of issuing a prioritization and time efficiency. And so it's about productive time becoming compromised. നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ടൈമിനെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു. എവിടെ സമയം ഇടണം ഒരു ബിസിനസ്മാന്, എവിടെ ഇടരുത്, എവിടെ ആൾക്കാർ ജോലി എടുപ്പിക്കണം, എവിടെ നമ്മൾ ചെയ്യണം, അത് ക്ലിയർ ആവണം. അതൊരു അൺഓർഗനൈസ്ഡ് മൈൻഡിന് ക്ലിയർ അല്ലടോ. It is due to time being consumed. നിങ്ങളുടെ time is being consumed by unorganized, unscheduled activities or activities that others can do for you. നിങ്ങളുടെ time is taken away by unscheduled activities, unorganized activities, അല്ലെങ്കിൽ activities നിങ്ങൾക്ക് വേണ്ടി വേറെ ഒരാൾ ചെയ്യാൻ പറ്റുമായിരുന്നു, അതിൽ താൻ കൈയും കാലും ഇട്ടിരിക്കുക. So
Therefore, getting out of busyness is not by doing less work. കുറവ് ജോലി ചെയ്യാനല്ല ഞാൻ പറയുന്നത്. But by moving from being busy to becoming meaningfully engaged. സാധനം വന്നോ ഇല്ലേ നോക്കിയാൽ you're not meaningfully engaged. Collection നടന്നോ ഇല്ലേ, that's not a meaningfully engaged job. AC റിപ്പയർ ആയോ ഇല്ലേ ഓഫീസിലെ, അതൊരു മീനിങ്ഫുള്ളി എൻഗേജ് ജോബ് അല്ല. അത് സമയം കളയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ജോബാണ്. So you have to be meaningfully engaged. And so, let me conclude with 4 dialogues. Number 1, it is possible to get completely out of the busyness chakravyu with a few steps. Number 1, ഒരു ഫോം റിസോൾവ് വേണം. ഇതിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുന്നു, അത് ഫോം ആയിരിക്കണം. ഇന്ന് കഴിഞ്ഞ പിന്നെ ഞാൻ ഐ വിൽ നോട്ട് ഡു വാട്ട് ഐ എം നോട്ട് സപ്പോസ് ടു ഡു. രണ്ടാമത്, നിങ്ങളുടെ ഒരു സ്ട്രക്ചർ വേണം. എന്ത് ചെയ്യണം, എപ്പം ചെയ്യണം, അതിനൊരു സ്ട്രക്ചർ വേണം. അത് പഠിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ അടുക്കെ പോയിരിക്കണം. ഒരു സ്ട്രക്ചർ വേണം, ടൂൾ കിറ്റും മെക്കാനിസംസും വേണം, പിന്നെ ഒരു ഗൈഡ് വേണം. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ you will get out of busyness. Number 1, you need to have a resolve. It has to start with your resolve. Resolve എന്ന് മലയാളത്തിൽ എന്തുവാ പറയുന്നത്? Resolve. ഒരു മനസ്സ്, ഒരു ഉറച്ച മനസ്സിന്റെ ഒരു 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 ശക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ, പ്രതിജ്ഞ, ദൃഢനിശ്ചയം. എന്ത് കുന്തമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യുനോ, ഒരു വിശ്വാസം, ഒരു പ്രതിജ്ഞ. ഇന്ന് കഴിഞ്ഞ പിന്നെ ഞാൻ ഈ ഡിസീസിൽ നിന്ന് പുറത്തു വരും. സോ എ റിസോൾവ്, ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് വിത്ത് യുവർ റിസോൾവ്. ദ മോർ ഇന്റൻസ് യുവർ റിസോൾവ് ഈസ്, ദ ഹയർ യുവർ ചാൻസസ് ഓഫ് കോൺകറിങ് ബിസിനസ്. നിങ്ങളുടെ റിസോൾവ്, നിങ്ങളുടെ പ്രതിജ്ഞ, നിങ്ങളുടെ ഉറച്ച മനസ്സ് എത്രയും സ്ട്രോങ് ആയിരിക്കും, അത്രയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള സാഹചര്യം നിങ്ങൾ തന്നെ തേടിയെടുക്കും. നമ്പർ 2, പിന്നെ ഒരു സ്ട്രക്ചർ വേണം. യു നീഡ് ടു ട്രാൻസ്ഫോം. എന്ത് വേണമെങ്കിലും ഒരു സ്ട്രക്ചർ വേണ്ടേ? സെയിൽസിന്റെ സ്ട്രക്ചർ, പർച്ചേസിന്റെ സ്ട്രക്ചർ, അതാണ് പ്രോസസ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. What doctor spoke about structure. You need with a structured approach, with some direction. So vision gives you direction. Strategy sheet gives you direction. എന്തെങ്കിലുമൊക്കെ സ്ട്രക്ചർ വേണം, മെത്തേഡ് വേണം, പ്ലാൻ വേണം, സ്ട്രാറ്റജി പ്ലാൻ വേണം. മൂന്നാമത്, യു നീഡ് എ ടൂൾ കിറ്റ് ആൻഡ് മെക്കാനിസം. നിങ്ങളുടെ ചില ടൂൾസും മെക്കാനിസമും വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 7 ബുക്ക് ഞാൻ എഴുതാറുണ്ടെന്ന് എല്ലാ ദിവസവും രാത്രി. അതെന്റെ ടൂൾ കിറ്റാണ്, അതെന്റെ മെക്കാനിസമാണ്. എൻ്റെ മോട്ടിവേഷൻ ഹൈ വെക്കാൻ വേണ്ടി ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, സാറിൻ്റെ ലൈഫിൽ എത്രയോ പ്രശ്നങ്ങൾ വന്നു, സാർ ഇന്നും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? ബിക്കോസ് എല്ലാ ദിവസവും രാത്രി അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യും എന്നെ തന്നെ. ഒരു കാരണവശാലും ഐ വിൽ നോട്ട് ഷേക്ക് വാട്ട് എവർ ദ കോൺസിക്വൻസസ് ഓഫ് മൈ ലൈഫ്. റോഡി വന്നാൽ പോലും ഞാൻ തിരിച്ചു വരും. അങ്ങനത്തെ മനസ്സാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാ ദിവസവും രാത്രി. So you need to have toolkits. These are entire toolkits and mechanism provided to available for you in the Smmart programs or platforms. Number 1, audios and videos are your toolkits. എല്ലാ ദിവസവും രാത്രി 2 മണിക്കൂർ നോക്കുന്നു, അത് കണ്ടാൽ താൻ ഇതിൽ നിന്നൊക്കെ പുറത്തു വരും, തൻ്റെ ഡയറക്ഷൻ കിട്ടും. അതെല്ലാം നിങ്ങളുടെ എന്തെങ്കിലും മെക്കാനിസം ഉണ്ടെങ്കിൽ അതെങ്കിലും നിങ്ങളുടെ മെക്കാനിസം. വാട്ട് ഈസ് യുവർ മെക്കാനിസം? യു ടെൽ മീ. എൻ്റെ മെക്കാനിസം ഒക്കെ ഞാൻ പറയുന്നുണ്ട്. Then it could be your reflection books, which I shared with you. It could be your core value book I shared with you. It could be the victory book I shared with you. It could be your result multiplier book or your result multiplier Pareto book or a YY analysis book. All these books I write. It could be an RMI book that I have. You know, it is a vision card that I carried and showed. It could be a strategy sheet. It could be the 52 cards. And I carry one card every week. Every week I carry a card in my pocket, which is known as a result multiplier 52 cards. എല്ലാ വീക്കിലും ഒരു കാർഡ്. ഈ കാർഡ് എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് വായിക്കും. ഇന്നോവേഷൻ ഇസ് ബെറ്റർ. ഈ കാർഡിൽ ഇന്ന് എഴുതിയിരിക്കുന്ന
Innovation is better and cheaper than competition. Santhosh Nair, innovation is better and cheaper than competition. Innovation is better and cheaper than competition. Innovation is better than cheaper than competition. Innovation is better and cheaper than competition. എല്ലാ ദിവസവും 1 week ഈ ഡയലോഗ് ഇങ്ങനെ എന്നെ ഓർമ്മിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ ഇന്നോവേഷൻ ചെയ്യണം. ദാറ്റ് ഈസ് ബെറ്റർ ദാൻ കോമ്പറ്റീഷൻ. മനസ്സുണ്ടാക്കുവാൻ ഇതെന്റെ മെക്കാനിസം. തൻ്റെ എന്തുവാണ് മെക്കാനിസം? It could be a Gurukul handout. നിങ്ങളിൽ ചെയ്തിരിക്കുന്ന ഗുരുകുൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആ ഹാൻഡ് ഔട്ടിൽ പോയി പല പ്രാവശ്യം ആ ഹാൻഡ് ഔട്ട് വായിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ഒക്കും. It could be HR cards in Tiger. It could be a Tiger pledge. It could be a maturity development docket that we teach how to become a better manager, which I have shared it with you, Jabbar. It could be an intentionality tool that I shared it with people who have done the online program. It could be a Google Calendar. It could be a training session. It could be reviews. It could be a buddy meeting. It could be a monthly meeting. It could be a vision setting. It could be an Ivy League method. It could be a not-to-do list. It could be an MTR technique. It could be anything which we teach in advanced Gurukul. നിങ്ങളുടെ മെക്കാനിസം എന്തുവാണ്? നിങ്ങളുടെ ടൂൾസ് എന്തുവാണ്? നിങ്ങളുടെ സ്ട്രക്ചർ എന്തുവാണ്? നിങ്ങളുടെ ഫിലോസഫി എന്തുവാണ്? വീക്ക്ലി എന്തുവാണ് നിങ്ങൾ ചെയ്യുന്നത്? മന്ത്ലി എന്തുവാണ് നിങ്ങൾ ചെയ്യുന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഐവി ലീഗ് മെത്തേഡ് പഠിപ്പിക്കണമെങ്കിൽ 3 മണിക്കൂർ വേണം. ഞാൻ എൻ്റെ മെത്തേഡ്സ് ആണ് പറയുന്നത്. നിങ്ങളുടെ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഒരു ഗൈഡ് വേണം. ആരെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യണം. യതിൻ സാമന്ത് എല്ലാ മാസവും 3 ദിവസം ബോംബെ വരും. എല്ലാ തേഴ്സ്ഡേ 5 o'clock to 6 o'clock സിന്ധുവും ഞാനും റിപ്പോർട്ട് ചെയ്യും. ഈ വീക്കിൽ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് സിൻസിയറായിട്ട് റിപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ അതിൻ്റെ സ്ട്രക്ചറുണ്ട്. അതിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യാവൂ. സോ വി ആർ ആൻസറബിൾ ടു അവർ കോച്ച്, അവർ ഗൈഡ്. അപ്പോൾ നമ്മുടെ ഗൈഡ് is seek a guide or a mentor to help you through this withdrawal process. ഇതൊരു withdrawal process ആണ്. ഒരു പുതിയ സന്തോഷ് നായർ ആയി മാറണമെങ്കിൽ അതൊരു പഴയ സന്തോഷ് നായരിൽ നിന്ന് വിഡ്രോ ചെയ്യണം. നവാ നായർ എന്ന് പറയും അതിനെ. അതിൽ എന്തൊക്കെ സന്തോഷ് നായർ ചെയ്യരുതെന്ന് ഇവിടെയാണ് ഈ പോയിന്റ്സ്. ഇപ്പം വായിക്കാൻ എനിക്കൊരു മൂഡില്ല. ഇതൊക്കെ ചെയ്യരുതെന്ന് നവാ നായരുടെ ഉദ്ദേശങ്ങളാണ്. ഇതൊക്കെ ചെയ്യരുത് നായരെ, ഇതൊക്കെ ചെയ്യരുത്. This is the new Nair. And what I am supposed to do, do's and don'ts of Santhosh Nair. When I take decisions, എന്ത് ചെയ്യണം ഡിസിഷൻ എടുക്കാൻ നേരത്തെ എടുത്ത് ചാടിയുള്ള എൻ്റെ ഈ സ്വഭാവം ഇനിയും തുടർന്നുകൊണ്ട് പോവരുതെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം, പീപ്പിളിനെ കൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ആരെ പ്രൊമോട്ട് ചെയ്യണം, ആരെ പ്രൊമോട്ട് ചെയ്യരുത്, ഇതൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അലയൻസസ്, ആരായിരിക്കണം സാറിൻ്റെ പാർട്ട്നേഴ്സ്. ഞാൻ ഇതിൽ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട് എൻ്റെ അലയൻസസിൻ്റെ കൂടെ. എന്നിട്ട് നമുക്കൊരാളെ നല്ല ഇഷ്ടം തോന്നി, നമ്മളത് അലയൻസ് ചെയ്യുന്നു, പിന്നെ അലയൻസ് പൊട്ടുന്നു. ആൻഡ് ദെയർഫോർ ഇനിയും വേണ്ട ഇങ്ങനത്തെ, ഇത് വേണ്ടടാ, ഇനി ഇതുപോലെ വേണ്ടടാ, ഇത് നമുക്ക് വേണ്ടടാ, ഇനി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ടെമ്പറമെൻ്റ് ഉണ്ടല്ലോ, എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഉടനെ കലി കയറുന്ന ഒരു സ്വഭാവം എൻ്റെ. ഇപ്പം ഒന്ന് സോബറായിട്ടിരിക്കുക, സോബറായിക്കൊണ്ട് വരുന്നുണ്ട്. നന്നാവുമോ ഇല്ലെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നന്നാവണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ നന്നാവണം എന്ന്, അല്ലേ? എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് നന്നാവാൻ ആഗ്രഹമുണ്ടോ ജബ്ബാറെ? എനിക്ക് നന്നാവാനുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാലും പഴയ സന്തോഷ് നായരിനെ മാറ്റിയെടുക്കാൻ ഒത്തിരി ഡിഫിക്കൽട്ടാണ്. എന്നാലും ഞാൻ മാറ്റിയെടുക്കും. സോ I just want to tell you, my dear friends, busyness is not real, it's a state of mind. അതൊരു സത്യമല്ല, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. And you all can come out of it
If you want to, is what I am saying. നമുക്കെല്ലാവർക്കും അതിൽ നിന്ന് പുറത്തു വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. Is what I personally feel. Since the root of this disease is in the mind, ഇതിൻ്റെ റൂട്ട് മൈൻഡിനകത്താണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനും മൈൻഡിനകത്ത് തന്നെയാണ്. The solution also starts from the reorientation of the mind. അതാണ് ഇപ്പം എൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. The reorientation of Santhosh Nair's mind. And so let me do the summary. നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചെന്ന്. Number 1, we learned busyness is a disease and it's a 3C disease. Do you agree with me? Okay, we learned it is a 3C disease. It's contagious, loudly repeat. It's contagious, it is chronic, and it is cancerous. നമ്മൾ പഠിച്ചു അത് 3 സ്റ്റേജിൻ്റെ ക്യാൻസറാണ്. We've learned that it is a 3 stage of cancer. Preventable loudly, preventable, surgical, and terminal. We learned that we became entrepreneur to enjoy the 4 freedoms. Freedom of loudly, freedom of, and busyness is a vicious circle we understood. To get out of busyness, you need to think. We have to think, but busyness, the karanam namak think cheyan okkatilla, but the greatest enemy of good thinking is busyness. Nammal padichu that being busy means you are under leveraged. Nammal padichu busyness has serious lasting consequences on your career, on your organization, on your colleagues, and as an individual. Nammal padichu you need to become you should become meaningfully engaged. Busyness is a state of mind. And 4 simple steps to get out of busyness chakravyuh. 1, you need to have a resolve. 2, you need to have a structure. 3, you need to have toolkits and mechanism. And 4, you need to have a guide. And so what happens when busyness ends? When busyness ends, business starts. Ladies and gentlemen, thank you very much. I take this opportunity to say thank you to ITCC, to Smmart, Consultyko, my colleagues out there, and to all the people who sponsored this program. നിങ്ങൾ എല്ലാവരും ഈ 3.5 മണിക്കൂർ 4 മണിക്കൂർ എൻ്റെ കൂടെ ഈ ഫുൾ ഡേ നിങ്ങളിവിടെ കൂടെ ഇരുന്നു. അതുകൊണ്ട് ITCCയുടെ ചെയർമാനും പ്രസിഡൻറ്റും അബ്ദുൽ കരീമും നിങ്ങളെല്ലാവരും ഇത് ഒപ്പിച്ചെടുത്ത ആൾക്കാരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. I really express my sincere gratitude. I remain indebted to each one of you. Thank you very much and all the very best. Bye-bye.